നമസ്കാരം. Parents never stop loving, but children sometimes stop caring. മാതാപിതാക്കളുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ചില മക്കൾ ചില നേരങ്ങളിൽ മാതാപിതാക്കളോടുള്ള കരുതൽ മറക്കും. പലപ്പോഴും ബന്ധങ്ങളുടെ തീവ്രതയില്ലാത്ത, ബന്ധങ്ങളുടെ ഊഷ്മളതയില്ലാത്ത, ബന്ധങ്ങളുടെ ശക്തിയേറിയാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഈ പറഞ്ഞതിൽ ചിലപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ചിലപ്പോൾ മക്കളുടെ ഭാഗത്തായിരിക്കാം. ഞാൻ കോമൺ ആയിട്ടാണ് പറഞ്ഞത്. ഒരു മകൾ ജനിക്കുമ്പോൾ ഒരച്ഛനുണ്ടാകുന്ന സന്തോഷം, ആ അച്ഛന് ആ മകളോടുള്ള സ്നേഹം, കരുതൽ. മാതാപിതാക്കളിൽ ഞാൻ അച്ഛൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് ഇപ്പോൾ പറയുകയാണ്. ഒരു അച്ഛന് തൻ്റെ മകൾ ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം വരും. അവൾക്കൊരു വേദന വരുമ്പോൾ ആ ഹൃദയം തകർന്നു പോകും. എന്നാൽ പലപ്പോഴും മക്കൾ ആ അച്ഛൻ്റെ കരുതലോ സ്നേഹമോ മനസ്സിലാക്കാതെ മാറിപ്പോകും. പലപ്പോഴും ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലാണ്. ചിലപ്പോൾ തങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ചവരെ പോലും മറക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഉള്ളിൽ കനലുകളായി കൊണ്ടു നടന്ന് അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറക്കുന്നതാണ്. അങ്ങനെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഓർമ്മകളുടെ തീരത്ത് എന്ന സിനിമയിലൂടെ ഒരച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെ കഥയും ഉണ്ട്. അതിനകത്ത് വൈശാഖൻ്റെയും ഹിമയുടെയും കഥ മാത്രമല്ല, വൈശാഖൻ്റെയും ഏഞ്ചലിൻ്റെയും കഥയുണ്ട്. ഒരച്ഛനും മകളും തമ്മിലുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ കഥ കാണാം. അച്ഛനും മകളും തമ്മിലുള്ള ആ സ്നേഹം, മകൾ അച്ഛനെ കരുതുന്നത്, അച്ഛൻ മകളെ കരുതുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ആ സിനിമയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന തിരിച്ചറിവ്, നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സത്യം, ഇവയൊക്കെ ആ സിനിമയിലുണ്ട്. തീർച്ചയായും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മാതാപിതാക്കളുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ മക്കൾ ചിലപ്പോൾ കരുതാൻ മറക്കും. അവിടെ വ്യത്യസ്തയാണ് ഏഞ്ചൽ. ആ ഏഞ്ചലിൻ്റെയും വൈശാഖൻ്റെയും കഥയാണ് ഓർമ്മകളുടെ തീരത്ത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഈ മൂവിക്കുണ്ടായിരിക്കണം. മെയ് 27 ഈ മൂവി റിലീസ് ചെയ്യുന്നത്. ഡോക്ടർ ഡഗ്ലസ് കെയുടെ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.